ചില സംവിധായകർ നമ്മെ വിനോദിപ്പിക്കുന്നു, ചില അഭിനേതാക്കൾ നമ്മെ ചിരിപ്പിക്കുന്നു. എന്നാൽ സിനിമയുടെ വ്യാകരണവും ഭാഷയും തന്നെ മാറ്റിമറിക്കുന്നവർ ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. അത്തരമൊരു അതുല്യ പ്രതിഭയായിരുന്നു കെ ഭാഗ്യരാജ്. അദ്ദേഹം ഒരേ സമയം മികച്ച തിരക്കഥാകൃത്തായിരുന്നു, വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സംവിധായകനായിരുന്നു, ഒപ്പം സാധാരണക്കാരൻ്റെ പ്രതിനിധിയായ നടനുമായിരുന്നു. തമിഴ് സിനിമയിലെ കഥ പറച്ചിലിൻ്റെ ശൈലിക്ക് ഒരു പുതിയ ദിശ നൽകിയ മഹാപ്രതിഭ. അദ്ദേഹത്തെ ഇന്ന് നാം ഓർക്കുന്നത് വെറുമൊരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, ഒരു കാലഘട്ടത്തെ മുഴുവൻ സ്വാധീനിച്ച ഒരു സിനിമാ പ്രസ്ഥാനം എന്ന നിലയിൽ കൂടിയാണ്. 1953 ജനുവരി 7 തമിഴ്നാട്ടിലെ ഈറോഡിനടുത്തുള്ള വെള്ളൻകോവിലിൽ കൃഷ്ണസ്വാമിയുടെ മകനായി ജനിച്ചു. ലളിതമായ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളരുമ്പോഴും മനസ്സിൽ സിനിമ മാത്രമായിരുന്നു ലക്ഷ്യം. കഥകളെയും മനുഷ്യരെയും നിരീക്ഷിക്കാനുള്ള കൗതുകം ചെറുപ്പത്തിലേ അദ്ദേഹത്തിലുണ്ടായിരുന്നു. സിനിമ എന്ന സ്വപ്നവുമായി കോടമ്പാക്കത്തെ തെരുവുകളിൽ അലഞ്ഞ നാളുകൾ. ജി രാമകൃഷ്ണൻ, ഭാരതി രാജ തുടങ്ങിയ പ്രഗത്ഭരുടെ കീഴിൽ അസിസ്റ്റന്റ് ഡയറക്ടറായത് ജീവിതത്തിലെ വഴിത്തിരിവായി. 16 വയതിനിലെ കിഴക്കേ പോകും റെയിൽ തുടങ്ങിയ ക്ലാസിക് ചിത്രങ്ങളിൽ ഭാരതി രാജയുടെ സഹായിയായി പ്രവർത്തിച്ചു. മനുഷ്യബന്ധങ്ങളിലെ സൂക്ഷ്മമായ വികാരങ്ങളും തനിനാടൻ കഥാപരിസരങ്ങളും എങ്ങനെ സിനിമയാക്കണമെന്ന് ഭാഗ്യരാജ് പഠിച്ചെടുത്തത് ഇവിടെ നിന്നായിരുന്നു. പുതിയ വാർപ്പുകൾ എന്ന ചിത്രത്തിലൂടെ ഭാരതി രാജയാണ് അദ്ദേഹത്തെ നായകനായി അവതരിപ്പിക്കുന്നതും. അതുവരെ തമിഴ് സിനിമ കണ്ടിരുന്ന അതിമാനുഷികരായ നായകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണട വെച്ച അല്പം നിഷ്കളങ്കനായ പ്രേക്ഷകർക്ക് തങ്ങളിൽ ഒരാളായി തോന്നുന്ന നായകസങ്കല്പം ഭാഗ്യരാജ് കൊണ്ടുവന്നു. വലിയ തത്വശാസ്ത്രങ്ങൾക്ക് പകരം നിത്യജീവിതത്തിൽ സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന ലളിതവും എന്നാൽ മൂർച്ചയേറിയതുമായ ഡയലോഗുകൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഉൾപ്പെട്ടിരുന്നു. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ കുറുമ്പുകളും പിണക്കങ്ങളും ഗ്രാമീണ വിശുദ്ധിയും വളരെ സത്യസന്ധമായി അദ്ദേഹം സ്ക്രീനിലെത്തിച്ചു. ദ്വയാർത്ഥങ്ങളില്ലാത്ത സിറ്റുവേഷണൽ കോമഡികളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ചു. ഒപ്പം മനോഹരമായ പ്രണയവും ട്വിസ്റ്റുകളും തിരക്കഥയിൽ കൂട്ടിച്ചേർത്തു. ഇന്ന് തമിഴിലെ മുൻനിര സംവിധായകർ പോലും തിരക്കഥയുടെ ഘടന പഠിക്കാൻ ആശ്രയിക്കുന്നത് ഭാഗ്യരാജിന്റെ എഴുത്തുകളെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തിരക്കഥയുടെ രാജാവ് എന്ന് വിളിക്കപ്പെട്ടത്. സംവിധായകനായി അരങ്ങേറിയ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം സുവരില്ലാത്ത ചിത്രങ്ങൾ ആയിരുന്നു. 1979 ഇത്. സംവിധായകനായുള്ള ഗംഭീര അരങ്ങേറ്റം. സുവരില്ലാത്ത ചിത്തിരങ്ങൾ എന്ന പേര് അന്വർത്ഥമാക്കും വിധം യഥാർത്ഥ ജീവിതത്തോട് അടുത്തൊരു വലിയ ക്യാൻവാസ് അദ്ദേഹം പ്രേക്ഷകർക്ക് മുന്നിൽ വരച്ചു ചേർത്തു. അതിനുശേഷം 1980 പുറത്തുവന്ന ഒരു കൈ ഓസൈ എന്ന ചിത്രവും പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി. സംസാരശേഷിയില്ലാത്ത നായകന്റെ പ്രണയവും വിരഹവും പറഞ്ഞ ഹൃദയസ്പർശിയായ ചിത്രം. തമിഴ് സിനിമാ ലോകം ഭാഗ്യരാജ് എന്ന സംവിധായകന്റെ റേഞ്ച് തിരിച്ചറിഞ്ഞ സിനിമയായിരുന്നു അത്. 1981 പുറത്തിറങ്ങിയ മൗനഗീതങ്ങൾ എന്ന ചിത്രം സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിപ്പിച്ചു. വിവാഹമോചനത്തിന് ശേഷമുള്ള ദമ്പതികളുടെ ജീവിതം പ്രമേയമാക്കിയതായിരുന്നു ആ ചിത്രം. കുടുംബ ബന്ധങ്ങളുടെ സങ്കീർണതകൾ ഇത്രയും ലളിതമായി അവതരിപ്പിച്ച മറ്റൊരു ചിത്രമില്ല. അതേ വർഷം തന്നെ അന്ത 7 നാട്കൾ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസ് ചിത്രം പുറത്തുവന്നു. ഡോക്ടർ പളനിസാമിയും അംബികയുടെ കഥാപാത്രവും പാലക്കാട് മാധവനും ചേർന്ന ത്രികോണ പ്രണയകഥ. പാലക്കാട്ട് മാധവൻ എന്ന കഥാപാത്രം ഇന്നും തമിഴ് സിനിമാ ലോകത്ത് അനശ്വരമായി നിലനിൽക്കുന്നു. ത്യാഗവും പ്രണയവും നിറഞ്ഞ അസാധാരണമായ ക്ലൈമാക്സ് തിയേറ്ററുകളെ കണ്ണീരിലാഴ്ത്തി. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ പൂർണിമ ജയറാമുമായി ചേർന്ന് അഭിനയിച്ച ചിത്രമായിരുന്നു ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ്. ഇതൊരു മനോഹരമായ റൊമാൻറ്റിക് കോമഡി ചിത്രമായിരുന്നു. 1983 പുറത്തിറങ്ങിയ മുന്താനെ മുടിച്ച് എന്ന ചിത്രം വൻ വിജയമായി മാറി. തമിഴ് സിനിമാ ചരിത്രത്തിലെ സർവകാല റെക്കോർഡുകളും ഈ ചിത്രം തകർത്തെറിഞ്ഞു. മുരിങ്ങക്കായ ഉൾപ്പെടുന്ന രംഗവും അതിലെ തമാശകളും ഗ്രാമീണ പശ്ചാത്തലവും പിന്നീട് വലിയ തരംഗമായി മാറിയിരുന്നു. നടി ഉർവശിയുടെ കരിയറിലെ ഏറ്റവും മികച്ച തുടക്കമായിരുന്നു ഈ സിനിമ. പിൽക്കാലത്ത് വന്ന ഒട്ടനവധി ഗ്രാമീണ ചിത്രങ്ങൾക്ക് ഇത് ബ്ലൂ പ്രിന്റായി മാറി. 1984 പുറത്തിറങ്ങിയ ദാവണി കനവുകൾ, അവിഹിത ബന്ധങ്ങളെ ഹാസ്യത്തിലൂടെ വിമർശിച്ച ചിന്നവീട്,
പരീക്ഷണ ചിത്രമായ അവസര പോലീസ് 100 എന്നിവ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളാണ്. ഒരു നടൻ എന്ന നിലയിൽ തന്റേതായ ശൈലി തമിഴ് പ്രേക്ഷകർക്കു മുൻപിൽ അവതരിപ്പിച്ചിരുന്നു ഭാഗ്യരാജ്. അമിതാഭിനയമില്ലാത്ത സ്വാഭാവിക ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. മികച്ച കോമഡി ടൈമിങ്ങും കൗണ്ടറുകളും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. മാസ് ഹീറോ പരിവേഷമില്ലാതെ തന്നെ വലിയ തോതിൽ കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹം തമിഴ്നാട്ടുകാരെ മാത്രമല്ല സ്വാധീനിച്ചത്. അദ്ദേഹത്തിന്റെ കഥകളുടെ കരുത്ത് തമിഴ്നാട് കടന്നും സഞ്ചരിച്ചു. തെലുങ്ക്, കന്നഡ ഭാഷകൾക്ക് പുറമെ ബോളിവുഡിലും അദ്ദേഹത്തിന്റെ കഥകൾ റീമേക്ക് ചെയ്യപ്പെട്ടു. അമിതാഭ് ബച്ചൻ ഇരട്ടവേഷത്തിൽ തകർത്തഭിനയിച്ച ആഖ്രി രാസ്ത ഭാഗ്യരാജിന്റെ ഒരു കൈ ഓസൈ എന്ന ചിത്രത്തിന്റെ റീമേക്കായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ തിരക്കഥയുടെ പാൻ ഇന്ത്യൻ വിജയത്തിന് തെളിവാണ്. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. മികച്ച നടനും തിരക്കഥാകൃത്തിനുമുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പലതവണ അദ്ദേഹത്തെ തേടിയെത്തി. തമിഴ് സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സൈമ അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. 1983 പുറത്തിറങ്ങിയ മുന്താണി മുടിച്ച് എന്ന ചിത്രം തമിഴ് ബോക്സ് ഓഫീസിലെ എല്ലാ റെക്കോർഡുകളും തകർത്തു. 200 ദിവസത്തിലധികം തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ഈ സിനിമയുടെ വിജയാഘോഷ ചടങ്ങിൽ തമിഴ് സിനിമയുടെ ഇതിഹാസമായ MGR മുഖ്യ അതിഥിയായി എത്തിയിരുന്നു. ആ വേദിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം തമിഴ് സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു. കെ ഭാഗ്യരാജിനെ തന്റെ കലാപരമായ പിൻഗാമിയായി കാണുന്നുവെന്ന് MGR പരസ്യമായി പ്രഖ്യാപിച്ചു. വരും തലമുറയിലെ 100 കണക്കിന് സംവിധായകർക്കും എഴുത്തുകാർക്കും ഒരു വിദ്യാലയമായിരുന്നു കെ ഭാഗ്യരാജ് എന്ന പേര്. സിനിമയിലെ ടെക്നിക്കൽ ഗിമ്മിക്കുകളേക്കാൾ പ്രധാനം നല്ലൊരു കഥയും അത് പറയാനുള്ള ഹൃദയശുദ്ധിയുമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. കെ ഭാഗ്യരാജ് സൃഷ്ടിച്ച കഥാപാത്രങ്ങളെ മാത്രമല്ല, അദ്ദേഹം വഴിവിളക്കായ അനേകം കഥാകൃത്തുക്കളെയും ഇന്ത്യൻ സിനിമ എന്നും ഓർക്കും. സാധാരണ മനുഷ്യരുടെ ലളിതമായ ജീവിതം അസാധാരണമായ ഊഷ്മളതയോടെ വെള്ളിത്തിരയിൽ പകർത്തിയ ആ മാന്ത്രിക സ്പർശം ഇനി നമുക്ക് ഓർമ്മ മാത്രം. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഇന്നും ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകമാണ്. ആ ചിരിയും തമാശകളും വൈകാരികതയും തമിഴ് സിനിമയുടെ ഓരോ ഫ്രെയിമിലും എന്നേക്കുമായി ജീവിക്കും. വിട പറഞ്ഞാലും അദ്ദേഹം സമ്മാനിച്ച കഥകൾക്ക് മരണമില്ല. നന്ദി ഭാഗ്യരാജ് സാർ, ഞങ്ങളെ ചിരിപ്പിച്ചതിന്, ചിന്തിപ്പിച്ചതിന്, നല്ല സിനിമാക്കാലം സമ്മാനിച്ചതിന് പ്രണാമം.